ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും കാണുകയാണ്, വരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രേസൽ വെർബുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യം ആ വെർബിന്റെ സ്വഭാവം മനസ്സിലാക്കണം, അർത്ഥം മനസ്സിലാക്കണം. പിന്നീട് ആ വെർബിന്റെ കൂടെ ചേരുന്ന പ്രിപ്പോസിഷനുകളുടെ അർത്ഥം മനസ്സിലാക്കണം. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ആ വെർബിന്റെ തലത്തിൽ നിന്ന് ആ പ്രിപ്പോസിഷൻ ചേർക്കുമ്പോൾ അതിനൊരു ഗതി ഉണ്ടാകും. പ്രിപ്പോസിഷന്റെ അർത്ഥം തന്നെ ഗതി എന്നാണ്. ആ ഗതി അനുസരിച്ചാണ് ആ ഫ്രേസൽ വെർബിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ രണ്ട് തലങ്ങളിലാണ് നമുക്കിത് പഠിക്കേണ്ടത്. റെഡിയല്ലേ? തീർച്ചയായിട്ടും ഈ പുതിയ വീഡിയോയിലേക്ക് ടേക്ക് എന്ന് പറയുന്ന വെർബിൽ നിന്ന് നാം ഉണ്ടാക്കുന്ന 14ഓളം വിവിധ തരത്തിലുള്ള, പുട്ടിന്റെ കാര്യം പണ്ട് പഠിച്ചല്ലേ, അതുപോലെ വിവിധ തരത്തിലുള്ള ഫ്രേസൽ വെർബിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. റെഡിയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന ടേക്ക്, എടുക്കുക എന്നൊരു അർത്ഥമാണ് നമുക്ക് പലപ്പോഴും മലയാളത്തിൽ ലഭിക്കുന്നത്. ടേക്ക്, ആ ടേക്കിന് ആ ഒരു അർത്ഥം മാത്രമല്ല, ഇതാ ആ അർത്ഥതലങ്ങളിൽ നിന്ന് നമ്മൾ തുടരുകയാണ്. റെഡിയല്ലേ? ടേക്ക്, തൽക്കാലം എടുക്കുക എന്നൊരു അർത്ഥം തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ? എന്നിട്ട് ഈ 14 ഫ്രേസൽ വെർബുകളിലേക്ക് നമുക്കൊന്ന് കാണാം. റെഡിയല്ലേ? ഒന്ന് ടേക്ക് ആഫ്റ്റർ. അപ്പൊ നമ്മൾ കരുതുകയാണ് എടുക്കുക, എന്തെടുക്കണം? ടേക്ക്. ഓക്കെ, എന്തിന്, ആർക്ക് ശേഷം? ആഫ്റ്റർ, ശേഷം എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ശേഷം എന്ന് കരുതി, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ശേഷം എന്ന് കരുതി. അവർക്ക് ശേഷം നമ്മൾ വരുമ്പോൾ അവരുടെ ഒരു സാമ്യം നമുക്ക് വരുന്നില്ലേ, ഒരു സാദൃശ്യം വരുന്നില്ലേ? അപ്പൊ റിസംബിൾ അല്ലേ? അപ്പോ നമുക്കൊരു സാദൃശ്യം കിട്ടുന്നു എങ്കിൽ നമ്മൾ പറയുകയാണ് ടേക്ക് ആഫ്റ്റർ, റിസംബിൾ. ഓ, ഷീ ടേക്സ് ആഫ്റ്റർ ഹെർ ഫാദർ, അവൾ അവളുടെ അച്ഛനെ പോലെയാണ്. ഷീ ടേക്സ് ആഫ്റ്റർ ഹെർ ഫാദർ, അവൾ അവളുടെ അച്ഛനെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഹെർ ഫിഗർ ആൻഡ് മാനേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് റിസംബിൾസ് ഹെർ ഫാദർ, ദാറ്റ്സ് ഓൾ. അപ്പോ നമ്മൾ ഒരു ഫ്രേസ് പഠിച്ചു, ടേക്ക് ആഫ്റ്റർ, റിസംബിൾ, സാമ്യം തോന്നുക. മറക്കല്ലേ? രണ്ടാമത്തിലേക്ക് സ്വാഗതം. ടേക്ക് അഗൈൻസ്റ്റ്. എഗൈൻസ്റ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എടുക്കുക, എതിരായിട്ട് എടുക്കുക. ഡിസ്ലൈക്ക് ആണ്, ഒപ്പോസ് ആണെങ്കിൽ ഒപ്പോസ്. നിങ്ങൾ ആ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പോ എഗൈൻസ്റ്റ് ആയിട്ട് എടുക്കുക. ടേക്ക് അഗൈൻസ്റ്റ്. വി ഷുഡ് take against all the injustice as a fight against the humanity. Okay, അപ്പോൾ നമുക്ക് എന്താണ് ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്നൊരു അർത്ഥത്തിൽ നമുക്ക് ടേക്ക് അഗൈൻസ്റ്റ് എടുക്കാം. അപ്പം വേറെ പഠിക്കാം. ടേക്ക് ബാക്ക്, ആ ബാക്ക് നമ്മൾ തിരികെ എടുക്കുക. എങ്ങനെ തിരികെ എടുക്കുക? അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഈ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് റിട്രാക്ട് എന്നാണ്. വീണ്ടെടുക്കുക എന്ന്. ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തിരികെ എടുക്കാൻ. അപ്പൊ റിട്രാക്ട് എന്നുള്ള പദം പഠിച്ചു വെക്കണം. അതറിയത്തില്ലെങ്കിൽ പോയി, എല്ലാം പോയി. നോക്കൂ, ടേക്ക് ബാക്ക് മീൻസ് റിട്രാക്ട്. നമ്മൾ 4ാമത്തേക്ക് കിടക്കുന്നു. ടേക്ക് ഡൗൺ, എടുക്കുക. എന്താ, എങ്ങോട്ട് എടുക്കുക? താഴത്തേക്ക് എടുക്കുക. ഇടിച്ചു നിരത്തുക എന്ന് പറയാൻ അർത്ഥമുണ്ട് അല്ലേ? Recently some flats at Kochi was taken down, demolished എന്നൊരർത്ഥം കിട്ടിയല്ലോ. Taken down. പിന്നെന്താണ്? reduce, കുറയ്ക്കുക. We have to take down the prices of the petrol in the coming months. വരുന്ന മാസങ്ങളിൽ നമുക്ക് പെട്രോളിന്റെ വില കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. Otherwise humanity can survive. That's right. Okay, take down means reduce അല്ലെങ്കിൽ demolish. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഫ്രേസ് കൂടിയാണ്. എഴുതിയെടുക്കുക എന്നൊരു അർത്ഥത്തിൽ റൈറ്റ് ഡൗൺ ഉണ്ട്. ടേക്ക് ഡൗൺ, you take down. ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പറയും, ടേക്ക് ഡൗൺ ദ നോട്ട്സ്, ടേക്ക് ഡൗൺ മൈ പോയിന്റ്സ്, ടേക്ക് ഡൗൺ മൈ ലെക്ചർ പോയിന്റ്സ് എന്നൊക്കെ പറയും. ഒക്കെ ഹ്യൂമിലിയേറ്റ് എന്നൊരർത്ഥം കൂടിയുണ്ട്. അതുകൂടി കരുതിയിരിക്കണം. കാര്യം ഏതാണ് ചോയ്സ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഹ്യൂമിലിയേറ്റ്, നാണംകെടുത്തുക എന്നൊരർത്ഥത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. ടേക്ക് ഡൗൺ, ഹ്യൂമിലിയേറ്റ്, റെഡ്യൂസ് ഓർ ഡിമോളിഷ് ഓർ സംടൈംസ് റൈറ്റ് ഡൗൺ. ഓക്കെ, ടേക്ക് എഫക്ട്, എഫക്ട് വരുത്തുക. ഫലം വരുത്തുക, ഫലം വരുത്തുക. ഫലം വരുത്തണമെങ്കിൽ ജയിക്കണമല്ലോ, വിജയിക്കണമല്ലോ.
അപ്പൊ ആ തലത്തിൽ അതെടുത്താൽ മതി. വിജയിക്കുക, കം ഓഫ് അല്ലേ, കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിജയശ്രീ ലാളിതനാകുക, സക്സീഡ് ആകുക, വിജയിക്കുക, വിൻ ചെയ്യുക എന്നൊരർത്ഥത്തിലാണ് ടേക്ക് ഓഫ്. ഓക്കെ അല്ലേ? നമ്മുടെ ആറാമത്തിലേക്ക് പോകുന്നു. ടേക്ക് 5, ടേക്ക് 10. ഓക്കെ, മൈ ലെക്ചർ വിൽ കണ്ടിന്യൂ ആഫ്റ്റർ 10 minutes. ടേക്ക് 10, ബൈ എന്നൊരാൾ പറയുന്നത്. ടേക്ക് 10 എന്നതിന് ഉദ്ദേശിച്ചത് എന്താണ്? ടേക്ക് എ ബ്രേക്ക് ഓഫ് 10 minutes. ടേക്ക് എ ബ്രേക്ക് ഓഫ് 5 minutes എന്ന് പറഞ്ഞാൽ ടേക്ക് എ 5 എന്നായിരിക്കും ഒരു പക്ഷെ നമ്മൾ ചോദിക്കും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ടേക്ക് ഹീഡ്. ഹീഡ്, ശ്രദ്ധ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. ടേക്ക് ഹീഡ്, ശ്രദ്ധ കൊടുക്കുക. ഹീഡ് എന്നുള്ള പദം മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ടേക്ക് ഹീഡ് മീൻസ് ബി കെയർഫുൾ എന്നാണ്. ഒരു ഫ്രേസൽ വെർബ് തലത്തിലല്ല വരുന്നത്. ടേക്ക് ഹീഡ് വേറൊരു തലത്തിലാണ് വരുന്നത്. ശ്രദ്ധ കൊടുക്കുക എന്നുള്ളൊരു ഫ്രേസാണ്. ഓക്കെ, നമുക്ക് ടേക്ക് ഹീഡ്, ബി കെയർഫുൾ അത് പഠിച്ചു വെക്കുക. പിന്നെന്താണ്? ടേക്ക് 4, അതൊരു ഫ്രേസൽ വെർബാണ് അല്ലേ? 4 എന്ന് പറയുന്ന പ്രപ്പോസൽ വന്നിരിക്കുന്നു. സപ്പോസ് ടു ബി എന്നാണ്. കരുതുക. ടേക്ക് 4, അതിന് വേണ്ടി. ടേക്ക്, എടുക്കുക, വേണ്ടി, കരുതുക എന്നൊരർത്ഥം നമുക്ക് കിട്ടില്ലേ? ടേക്ക് 4. എന്താ സപ്പോസ് ടു ബി? പലപ്പോഴും നമ്മൾ തെറ്റായിട്ടാണല്ലോ കാര്യങ്ങളെ കരുതിക്കുക. നമ്മുടെ വിചാരം മുഴുവൻ നമ്മൾ കരുതുന്നതൊക്കെ ശരിയാണെന്നാണ്. ശുദ്ധ അസംബന്ധമാണ്. നമ്മുടെ മനസ്സിൻ്റെ സൈക്കോളജിക്കലി നമ്മളൊരു ഒരു പ്രത്യേക തലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന 95% തെറ്റാണ്. ഇതൊരു പ്രപഞ്ച സത്യമാണ്. കാര്യം നമ്മൾ സെൻറ്റേഡാണ്, നമ്മൾ സെൽഫ് സെൻറ്റേഡാണ്. അതുകൊണ്ട് നമ്മൾ കരുതുന്നതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ മൈൻഡ് സെറ്റിനും അനുഗുണമായിട്ടാണ്. അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. 95% അത് തെറ്റാണ്. ടേക്ക് 4 മീൻസ് സപ്പോസ് ടു ബി. തെറ്റായി കരുതുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാലോ? ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഉള്ളിലേക്കാക്കുക അല്ലേ? ഉള്ളിലേക്കാക്കുക. എന്തിന്റെ ഉള്ളിലേക്കാക്കുക? എൻക്ലോസ് ചെയ്യുക, ഉൾപ്പെടുത്തുക, അതിനെ വലയം ചെയ്ത് നിർത്തുക. അക്സെപ്റ്റ് ആസ് ട്രൂ എന്നൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ. ടേക്ക് ഇന്നിനെ അക്സെപ്റ്റ് ആസ് ട്രൂ. യു ഷുഡ് ടേക്ക് ഇൻ വാട്ട് ഇറ്റ് ഈസ്. എന്താണോ അത്, അതായിട്ട് നീ യു ഷുഡ് ടേക്ക് ഇൻ, നീ കരുതണം. അക്സെപ്റ്റ് ആസ് ട്രൂ. പിന്നെന്താണ്? എൻക്ലോസ്. നമുക്ക് അടുത്തത് 10ലേക്ക് കിടക്കാം. ടേക്ക് ഓഫ് അല്ലേ? ടേക്ക് ഓഫ് യുവർ ഹാറ്റ്, ടേക്ക് ഓഫ് യുവർ ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ടേക്ക് ഓഫ് യുവർ ഡ്രസ്. ഐ കെയിം ഇൻ ആൻഡ് ടുക്ക് ഓഫ് മൈ ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ വസ്ത്രം മാറി എന്നാണ്. നോക്കൂ, ടേക്ക് ഓഫ് റിമൂവ് എന്നാണ്. പിന്നെ യു നോ ദാറ്റ് സംടൈംസ് ഫ്ലൈറ്റ്സ് ദേ ഓക്കെ അവര് സ്റ്റാർട്ട് ചെയ്യുന്നു, പൊങ്ങി അങ്ങ് പോകുന്നു അല്ലേ? അതിന് ഫ്ലൈറ്റിന് നമുക്ക് എന്ത് പറയാം? ടേക്ക് ഓഫ് എന്ന് പറയാം. യു നോ ദാറ്റ്. 11ാമതിലേക്ക് കിടക്കാം. ടേക്ക് ഓൺ. എന്തെങ്കിലും മേലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? പരിഗണിക്കുന്നതാണ്. അണ്ടർടേക്കാണ്, ഏറ്റെടുക്കുന്നതാണ്. പിന്നെന്താണ്? ടേക്ക് ഇൻ ടു എംപ്ലോയ്മെന്റിനെയും നമുക്ക് എന്ത് പറയാം? ജോലി ഏറ്റെടുക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ടേക്ക് ഓൺ എന്ന് പറയാം. തീരാറായി. നോക്കൂ, ടേക്ക് ഔട്ട്. ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക. എങ്ങോട്ട്? പുറത്തേക്ക്. എക്സ്ട്രാക്ട്. കണ്ടോ? വരുത്തുക. എക്സ്ട്രാക്ട്. നോക്കൂ, ടേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെങ്കിലും മേലെ നമ്മൾ കരുതുന്നത് അസ്യൂം ചെയ്യുക. കൺട്രോൾ. അസ്യൂം കൺട്രോൾ എന്നാണ്. നമ്മുടെ നിയന്ത്രണം ചെലുത്തുക. നിയന്ത്രണം. ഇതിൻ്റെക്ക് മേൽ ഓവർ. ഇതിൻ്റെങ്കിലും മേൽ ഓവർ. ടേക്ക് ഓവർ. അസ്യൂം കൺട്രോൾ. അങ്ങനെ പറയും. 14ാമത്തെ നമ്മൾ തീരാൻ പോവുകയാണ്. ടേക്ക് അപ്പ് മീൻസ് ആൻ ഇഷ്യൂ. റേസ് ആൻ ഇഷ്യൂ. കണ്ടോ? ഒരു വിഷയം ഉന്നയിക്കുക എന്നൊരർത്ഥത്തിൽ നമുക്ക് ടേക്ക് അപ്പ് പറയാം. പിന്നെ ഞാനൊരു ജോലി, ഐ ടുക്ക് അപ്പ് ദ ജോബ് ഓഫ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് ലാസ്റ്റ് വീക്ക്. ആ രീതിയിലേക്ക് നമുക്ക് പറയാം. പിടിയിട്ടു. അപ്പൊ എന്താണ്? ടേക്ക് അപ്പ് മീൻസ് റേസ് അല്ലെങ്കിൽ അക്സെപ്റ്റ് സ്വീകരിക്കുക. ഈ 14 വെർബൽ ഫ്രേസുകൾ അല്ലേ? ഫ്രേസൽ വെർബുകൾ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. അത് തീർച്ചയായിട്ടും ഇതിലൊന്ന് PSC ചോദിക്കാം. അപ്പോൾ ടേക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഈ 14
ഫ്രേസൽ വെർബുകൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്നും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ വീഡിയോ കാണാത്ത സഹൃദയരായിട്ടുള്ള ബാക്കി എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുകയോ അവരെ സബ്സ്ക്രൈബ് ചെയ്യിക്കുവാനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഒക്കെ ഇത് വളരെ ഭംഗിയുള്ള ഒരു ചാനലാക്കി നമ്മൾ മാറ്റണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾക്ക് 2 ദിവസം കഴിഞ്ഞുള്ള നമ്മുടെ പുതിയ വീഡിയോ വരും, പടപ്പൻ സാധനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നൊരു ബെല്ല് അതൊക്കെ അമർത്തണം. താങ്ക് യു വെരി മച്ച്.